അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا بما قرأنا قرآن عظيم. هذه هدية باسرة برحمة نازلة وبركة شاملة منا إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم ثم إلى أرواح المسلمين عامة منك على كل شيء قدير. اللهم وارحم يا رب ربتهم وآنس وحشتهم وآمن روحتهم ونفس كربتهم ونبر محلتهم وافر زلتهم ورحم ربتهم وارفع درجتهم كلنا ولكم بنا بيا. اللهم اجمع بيننا وبين في جنات النعيم. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبور فرط من نفر النيران. اللهم اجعل ثواب ذلك فكاك لنا فكاك من النار. اللهم اجعل ثواب ذلك فداء لنا فداء من النار مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا مرارا ومغفرة طويلة. اللهم افتح لنا أبواب الخير وباب البركة وباب السلامة وباب النعمة يا أرحم الراحمين. اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة إلى كرامة لديك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. എത്രയും പെട്ടെന്ന് പള്ളിയിൽ പടി പൂർത്തീകരിക്കട്ടെ. എല്ലാ ഹൈറും ബർക്കത്തിനാട്ടെ. ഒരു പ്രയാസിച്ചാട്ടെ. എല്ലാ സലാമത്തെ എത്തിട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ പണ്ഡിതരെ, സദാത്യങ്ങളെ, ഉമറാക്കളെ, നാം ഇന്നിവിടെ തുമരുത്തി പള്ളിയുടെ ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ചാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ള അള്ളാഹു നമ്മുടെ കൂടുതൽ പേരുകൾക്ക് സ്വാലിഹായ സൽക്കർമ്മമായി അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് വീട്ടിൽ അനുഗ്രഹിക്കട്ടെ. ഈ പ്രദേശവും ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പഴയകാല ഇതിൻ്റെയൊക്കെ ഭരണത്തിലിരുന്ന ആളുകളൊക്കെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലതാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും മഖബറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. ഈ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അത് നമസ്കാരത്തിനായി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മസ്ജിദാണ് പുനർനിർമ്മിക്കാൻ പോകുന്നത്. അതിവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ ഖബർസ്ഥാനുള്ള ഒരു പള്ളി കൂടിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ആ മഹത്തരം വലുതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിച്ച സമ്പത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സ്വരൂപത്തിലും ഒക്കെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് മസ്ജിദിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ
നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് വൈകിയവിളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതേവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാത്ര ചെയ്ത് വരുമ്പോൾ തന്നെ മഗ്‌രിബിനൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പള്ളിയിൽ നോക്കിയാൽ നമ്മളെ പരിസരത്ത് നിൽക്കറിയാലോ, ഒരു സ്ഥലത്തും വണ്ടി നിർത്താൻ കഴിയും. അപ്പോൾ നല്ല ഒരു സൗകര്യപ്രദമായ, മനോഹരമായ, പ്രൗഢമായ, വിശാലമായൊരു പള്ളി, എല്ലാ സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കെ വളരെ ആവശ്യം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് അതിൻ്റെ തീരുമാനമെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഈ സന്ദർഭം നമുക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാ പള്ളികളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന്, ജനസാന്ദ്രത വളരെ കൂടിപ്പോയി. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നൊക്കെ ചെറിയ കൊച്ചു പള്ളികളാണ്. അന്ന് താമസം വളരെ കുറവാണ്, അന്നത് മതിയായിരുന്നു. അധികവും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്, പാടത്തുവക്കത്തോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഒഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ. ഇന്ന് സമൂഹം വളരെ വികസിച്ചു പോയി, ജനസാന്ദ്രത വളരെ കൂടി, നമ്മുടെ വിഷനുകളും ഒക്കെ മാറിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുകയും വേണം. കാരണം അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്കുണ്ട്, സംവിധാനങ്ങളുണ്ട്, സാമ്പത്തിക സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാധനാ കേന്ദ്രങ്ങൾ അതിൻ്റെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിക്കുക എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതോടനുബന്ധിച്ച് ചെയ്യാൻ കഴിയും. പള്ളിയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അനുബന്ധമായിട്ട് ആ മഹല്ലിൻ്റെ സാമൂഹികമായ കാര്യങ്ങളിലൊക്കെ ഒരു ആസ്ഥാനമായിരിക്കുന്ന രീതിയിലാണ് പള്ളികളെ നമ്മൾ സംവിധാനിക്കേണ്ടത്. പള്ളി നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിൽ നല്ല ചൊർക്കൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പള്ളി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമായില്ലല്ലോ. അതിൽ എന്താണ് പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാഹു തആല ആ സ്വപ്നം, ആ യാഥാർത്ഥ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയണം. ഇസ്ലാമിക സമൂഹം എവിടെ കുടിയേറിയിട്ടുണ്ടോ അവിടെയൊക്കെ ആദ്യം അവർ ചെയ്യുന്നത് പള്ളി ഉണ്ടാക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഖുബായിലെ പള്ളി ഉണ്ടാക്കുകയാണ്. അതാണല്ലോ ആദ്യത്തെ പള്ളി. മസ്ജിദുൻ നബവി പിന്നീടാണ് ഉണ്ടായത്. മസ്ജിദുൽ ഖുബാ ആണ് ആദ്യത്തെ പള്ളി. അപ്പൊ ഫസ്റ്റ് റസൂലുള്ളാഹി സെറ്റിൽ ചെയ്യുന്നത് ആ പ്രദേശത്താണ്, ഖുബാ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയാണ് താമസം. അപ്പൊ സെറ്റിൽ ചെയ്ത ആ ഏരിയയിൽ തന്നെ ആദ്യം നിർമ്മിക്കുന്നത് പള്ളിയാണ്. ഈ മാതൃകയാണ് പിന്നീട് മദീനയിൽ നിന്ന് വികസിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇസ്ലാമിക സമൂഹത്തിന്റെ കുടിയേറ്റങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായപ്പോൾ അവിടെയൊക്കെ നിർമ്മിക്കുന്നത് പള്ളിയാണ്. നമ്മുടെ നാട്ടിലെ പല പള്ളികൾക്കും 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള പള്ളികളൊക്കെ ഉണ്ടാവും. ഇസ്ലാമിന്റെ സന്ദേശം കേരളത്തിൽ വരുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് പള്ളിയാണ്. കൊടുങ്ങല്ലൂർ പള്ളിയാണ് കേരളത്തിലെ ആദ്യത്തെ പള്ളിയായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ കാസർഗോഡ് മാലിക് ദീനാർ പള്ളിയുണ്ട്, മാടായി പള്ളിയുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്. അവിടെ എവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നോ അവിടെ ആദ്യം പള്ളി ഉണ്ടാവും. പള്ളിക്ക് ചില ആവശ്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് ആ സമൂഹത്തിന്റെ, ആ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, ദഅവത്തിന്റെ കേന്ദ്രമാണ്. നിസ്കാരം അതിലെ നിർണായകമായ ഒരു ഘടകമാണ്. ആ നിസ്കാരത്തിന്റെ സംവിധാനം പോലും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, എന്താണ് നമ്മുടെ പള്ളിയുടെ ശരിക്കുള്ള ഉപയോഗം എന്താണ്? ഒന്നാമതായി നമുക്ക് ജുമാ നിസ്കരിക്കണം. വലിയ വിശാലത ഉണ്ടാക്കുന്നത് പരമാവധി ജുമാക്ക് വേണ്ടിയിട്ടാണ്. കാരണം ജുമാക്കാണ് ഏറ്റവും അധികം ആളുകൾ കൂടുക. ഇത്ര വലിയ പള്ളികളിലും സാധാരണ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നിറച്ച ആളുകൾ ഉണ്ടാകല് അസാധ്യമാണ്, ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ഫുള്ളായിരിക്കും, പെരുന്നാളിലും പള്ളി ഫുള്ളായിരിക്കും. പിന്നെ വലിയ ആൾക്കൂട്ടുണ്ടാകുന്ന മയ്യിത്ത് നിസ്കാരങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ പള്ളിയിൽ നിറയെ ആളുകളുണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളോ അവിടെ ജമാഅത്ത് നടക്കേണ്ടതാണ്. ഈ ജമാഅത്ത് നിസ്കാരം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അല്ലാഹു തആല അത് ഫർള് ആക്കിയിട്ടില്ലാന്നേ ഉള്ളൂ. ഫർളാക്കിയ ആളുകൾ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട്.
5 നേരം ഫർളാക്കി കഴിഞ്ഞാൽ, ജമാഅത്ത് നിസ്കരിക്ക് ഫർളാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്കത് പ്രയാസം ഉണ്ടാവും. അല്ലാഹു തആല മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നില്ല. പക്ഷേ ഫർള് അല്ലെങ്കിൽ പോലും അത് വളരെ നിർണായകമാണ്. ഒരു പള്ളിയായി അതിനെ പുനർനിർമ്മിച്ച് ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഖാലിറൊക്കെ ഉണ്ട്, എല്ലാവരും സംസാരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസിന ബിദിനില്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, കാരണവന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, സ്നേഹമുള്ള മുസ്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഈ സന്ദർഭത്തിൽ ഒരു സുദീർഘമായ പ്രസംഗങ്ങളുടെ ആവശ്യം ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് പറയേണ്ട അത്യാവശ്യ കാര്യങ്ങളെല്ലാം ആവശ്യത്തിന് ഇപ്പോൾ നമ്മളെ ചെറൂർ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സമയമായതുകൊണ്ടിട്ട് പലർക്കും പല വിഷമങ്ങളും ഉണ്ടാവും. ജോലിക്ക് പോകേണ്ടവരുണ്ടാവും, പല ജാതി പ്രശ്നങ്ങളുള്ള ആളുകളും ഉണ്ടാവും. അതെല്ലാം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ എത്രയും പെട്ടെന്ന്, അള്ളാഹുവിൻ്റെ ഭവനമാണ്, പള്ളിയാണ്, ഒരാളെ വീടല്ല, മറ്റൊരാളുടെ കെട്ടിടങ്ങളല്ല, ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അത് പണി തീർത്ത് അതിൽ നമസ്കാരവും ഇബാദത്തുകൾ തുടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പള്ളിയായിട്ട് ഒരു അറബിനെ കിട്ടണം, അല്ലെങ്കിൽ വലിയ ഒരു മുതലാളിനെ കിട്ടണം, എന്നാൽ നമ്മളെ തടി സലാമത്തായി എന്ന് വലിയൊരു കിട്ടലായിട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ നാട്ടിൽ ഒരു അറബിനായിട്ട് കിട്ടിയാൽ കഴിച്ചിലായിപ്പോയി. നമ്മൾ കഴിച്ചിലായിട്ടില്ല, കുടുങ്ങിപ്പോയി, നമ്മൾ നഷ്ടത്തിലായിപ്പോയി, അങ്ങേയറ്റത്തെ നഷ്ടത്തിലായിപ്പോയി. പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വീട്, നേരത്തെ പറഞ്ഞ നമ്മളുടെ എല്ലാ ആശാ കേന്ദ്രമായ പള്ളി. ആ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ സാധാരണ സ്ഥലത്തേക്ക് കയറുന്ന മാതിരിയല്ല. പള്ളിയിൽ കയറുമ്പോൾ ചെല്ലേണ്ട ദിക്റ് ചെല്ലണം, എത്തിക്കാഫിൻ്റെ നെയ്യത്ത് ചെയ്യണം, എന്നിട്ട് പള്ളിയിൽ ഇരുന്ന് ദിക്റ് ചെല്ലുക, ദുആ ചെയ്യുക, നിസ്കരിക്കുക ഒക്കെ ചെയ്യുക. വളരെ പവിത്രമായ പള്ളിയാണ്. അങ്ങനത്തെ പള്ളി, ആ പള്ളി എടുക്കുമ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെ മഹല്ലിൽ ഈ പരിസരത്ത് ഒരൊറ്റ മുതലാളി തന്നെ ഉണ്ട് കാറ്റിത്തരം തയ്യാറായിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് വിട്ടുകൊടുത്തുകൂടാ. ഈ മഹല്ലത്തിലുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കണം. എല്ലാവരുടെയും പൈസയും അതിൽ വേണം. അത് ചെറുതായാലും വലുതായാലും 10 റുപ്യയാണെങ്കിലും ശരി, എത്ര മുസ്ലിൻ്റെ ആണെങ്കിലും ശരി, ഒരു 10 റുപ്യെങ്കിലും അവൻ്റെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നായിരിക്കണം നമ്മളുടെ തീരുമാനം. അപ്പോഴാണ് അതിൻ്റെതായിരിക്കുന്ന ആ പ്രതിഫലം നമ്മൾക്കും, നമ്മളുടെ കഴിഞ്ഞു പോയ ബാപ്പ, ഉമ്മ, ജ്യേഷ്ഠ, അഞ്ച് സഹോദരന്മാർ ജമാഅത്തിൽ പങ്കെടുത്ത പലരും ഇന്ന് ഖബറിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം മുറിഞ്ഞു പോകാതെ നമ്മൾക്കും അവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. ജാരിയായ സദഖയാണത്. എല്ലാം നശിച്ചു പോവും, ബിൽഡിങ്ങും ബിസിനസ്സും വേറെയുള്ളതും എല്ലാം നശിച്ചു പോവും. സദഖത്തും ജാരിയ, വലതും സ്വാലിയും, 2-3 കാര്യം പറഞ്ഞ് എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കുന്ന സദഖ, പള്ളി, മദ്രസ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എത്ര കൊടുത്താലും അത് മരിച്ചുപോയാലും അവനും അവൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും അത് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ മരിച്ചാലും ഈ പള്ളി ഉള്ള കാലം കയ്യാമം വരെ നമ്മളെ ഖബറിൽ കിട്ടും. അല്ല നമുക്കല്ല അറബിനെ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അയാൾക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടു, നമുക്കിങ്ങനെ കയറ്റി പോലും ചെയ്യാം. അതല്ലേ? കേൾക്കാൻ രസമുണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്. മഹാനായ മഖ്ദൂം തങ്ങൾ പൊന്നാനി ജുമാഅത്ത് പള്ളി എടുക്കുന്ന സമയത്ത്, വലിയ ജുമാഅത്ത് പള്ളി എടുക്കുന്ന സമയത്ത് അവരുകളെ അങ്ങാടിയിൽ ഇറങ്ങിക്കൊണ്ട് പഴമക്കാരിൽ നിന്ന് കിട്ടിയവരാണ്. കിതാബ് എവിടെയെന്ന് ചോദിച്ചാൽ കാണാൻ കിട്ടൂല. പഴയ ആളുകളിൽ നിന്ന് കേട്ട് കിട്ടിയ വിവരം. അങ്ങാടിയിൽ ഇറങ്ങി എല്ലാവരും എടുത്തൊരു ഡബ്ബയേറ്റ് ഇങ്ങനെ പിരിവിന് നടക്കും.
അപ്പോൾ ആ നാട്ടിലുള്ളായിരിക്കുന്ന വലിയൊരു മുതലാളി പറഞ്ഞു, തങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ, സമ്മതം തരികയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കയറ്റിത്തരാം. അപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്താ അറിയോ? ഇതൊരു മുതലാളി, എനിക്ക് തന്നെ മാത്രം കാറ്റാൻ സാധിക്കാത്തത് കൊണ്ടല്ല, ഇത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുള്ളായിരിക്കുന്ന ബിൽഡിംഗാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, പള്ളിയാണ്. അതിൽ ഈ മഹലിലുള്ളായിരിക്കുന്ന എല്ലാവരും പങ്കുകൊള്ളണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ 1 ഉറുപ്പ്യാണെങ്കിലും ശരി, 2 ഉറുപ്പ്യാണെങ്കിലും ശരി, 10 ഉറുപ്പ്യാണെങ്കിലും ശരി, എല്ലാവരും പങ്കുകൊള്ളണം. അതാണ് മാതൃക. അതാണ് ഈ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്തിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളതാണ്, എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടിയാൽ എത്ര കോടിയാണെങ്കിലും ശരി നടക്കും, നടക്കാത്തൊന്നുമില്ല. പക്ഷേ എല്ലാവരും അതിൽ പങ്കുകൊള്ളണം. അതിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിവനുസരിച്ച് അതിന് അള്ളാഹു തൗഫീഖ് ചെയ്ത് തരുമാറാവട്ടെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മളെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുക. അത് എല്ലാവരോടും നേരത്തെ പറഞ്ഞ മാതിരി സഹകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസം ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് പള്ളി. അപ്പം ഈ നിലക്കായിരിക്കണം ആ പള്ളിനെ നമ്മൾ കാണുന്നത്. പക്ഷെ പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ ചെറിയൊരു പറഞ്ഞ മാതിരി മുസ്ലിം സഹോദരന്മാർ ഒരുമിച്ച് കൂടുക, അഞ്ചോത്തിൽ കാണുക, നിസ്കരിക്കുക, സലാം ചൊല്ലുക, എന്താ വർത്താനം, കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇത്രയും ഒരു ഐക്യം അത്രയും വലിയതായിരിക്കുന്ന ഒരു ഐക്യത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മളോ ഇപ്പോഴത്തെ ഐക്യം എങ്ങനെ അറിയോ? തൊള്ളോട്ട് മാത്രമേ ഉള്ളൂ ഐക്യം. പള്ളിയിൽ വരുമ്പോഴും ഇങ്ങനെ നോക്കും, അതേതാ നമ്മളാളാണ്, മറ്റേ ആളാണ്, ഇങ്ങനെ ഇപ്പോഴത്തെ പരിപാടി. ഐക്യം തൊള്ളോട്ട് പോരാ, ഹൃദയത്തിലേക്ക് കടന്ന സ്നേഹമായിരിക്കണം മുസ്ലിം സഹോദരന്മാർക്ക്. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഒരു മുസ്ലിമിന് പ്രശ്നം സംഭവിച്ചാൽ നമ്മളെ ഹൃദയത്തിന് തട്ടണം. അത് തട്ടിയതായി എത്ര ആളുണ്ട് പറയാൻ സാധിക്കുമോ? സംസാരിക്കാൻ നാവിന് ഉത്സവറായി പറയാൻ ആളെ കിട്ടും. അതല്ല, ഹൃദയത്തിലേക്ക് പറയുന്നത് കടക്കണം. ഇന്നത്തെ ഹൃദയത്തിലേക്ക് ഈമാനുള്ള മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയം വിഷമിക്കാതിരിക്കൂല. ഒരു മുസ്ലിമിനെ എവിടെയും സംഭവിച്ചാൽ ഇന്ന് മാറി നിന്ന് നോക്കുകയാണ്, അവനൊരു കേട് പറ്റിയ സന്തോഷമാണ് മനസ്സിൽ, ആക്സിഡന്റ് അവനോട് പോയി കിട്ടട്ടെ. ഓന് എന്ത് വിഷമം സംഭവിച്ചാലും മനസ്സിൽ നമുക്ക് മനസ്സിലായത് കൊണ്ടിട്ടാണ്, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ അവസ്ഥ മാറ്റിക്കൊണ്ടിട്ട് ഇഖ്ലാസുള്ള പ്രവർത്തനം, ഈമാൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു പ്രമാണിക്കും ഒരു രാജാവിനും തരാൻ പറ്റാത്ത സംഗതിയാണ്. അർഹമുർ-റഹീമായ റബ്ബിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് തന്നതാണ് പരിശുദ്ധമായതായിരിക്കുന്ന വിലമതിക്കാൻ സാധിക്കാത്ത ഈമാൻ. ആ ഈമാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളായിരിക്കുന്ന ഒരു പ്രവൃത്തിയും മുസ്ലിം ലോകത്ത് കണ്ടുകൂടാ, ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് സാന്ദർഭികമായി എൻ്റെ സ്നേഹിതന്മാരോട്, മുസ്ലിം സുഹൃത്തുക്കളോട് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം പരിപൂർണമായ ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുദീർഘമായ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉചിതമല്ല. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ വളരെ തിരക്കിനിടയിലാണ് നമ്മുടെ ഈ കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഓരോ മഹലിൻ്റെയും പ്രകാശ കേന്ദ്രമാണ് പള്ളികൾ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ നാടിൻ്റെ വെളിച്ചമാണ് പള്ളികൾ എന്ന് പറയുന്നത്. നമ്മുടെ മഹല്ല് കേന്ദ്രീകരിച്ച്, പള്ളി കേന്ദ്രീകരിച്ച് നമ്മുടെ ഓരോ പ്രദേശങ്ങളിലെയും ധാർമ്മികമായ മുന്നേറ്റങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇതെല്ലാമാണ് പള്ളി നിർമ്മിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് നേരത്തെ മുൻ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേട്ടു. നിസ്കാരം അതിൽ പ്രധാനപ്പെട്ട ഇബാദത്താണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഒരു സമൂഹം ഒരുമിച്ചുകൂടി ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ പരസ്പരം പഠിക്കുകയും ഖുർആനിൻ്റെ സന്ദേശങ്ങൾ
മറ്റു സമൂഹത്തിന് കൈമാറുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ പള്ളികളിൽ നിലനിന്നാൽ കാരുണ്യത്തിൻ്റെ മാലാക്കന്മാർ അവരെ പൊതിയും അവരെ അനുഗ്രഹിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ ഖുർആനിൻ്റെ ഉജ്ജ്വലമായ സന്ദേശങ്ങൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടാവണം, അത് സമൂഹത്തിന് കൈമാറണം. നമ്മുടെ നാടിൻ്റെ വലിയ പ്രകാശ ഗോപുരമായി നമ്മുടെ പള്ളികൾ മാറിക്കഴിയണം. അതൊക്കെയാണ് നമ്മൾ ഈ പള്ളി നിർമ്മിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓതിയ ആയത്ത് ഉയർത്തപ്പെടാൻ, അള്ളാഹു വലിയ അലങ്കാരത്തിൽ നിർമ്മിക്കപ്പെടാൻ അനുവാദം തന്നിട്ടുള്ളത് പള്ളികൾക്കാണ്. നോക്കൂ, നിങ്ങൾ നേരത്തെ ഇവിടെ കുഞ്ഞിട്ടി സാഹിബൊക്കെ സൂചിപ്പിച്ചു, നമ്മളെ പഴയകാലം ചരിത്രത്തിൽ ഓലമേഞ്ഞ വീടുകൾ, ഓടിട്ട വീടുകൾ, നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ കൊച്ചു കൂരകൾ ഉണ്ടായിരുന്നപ്പോഴും ഇവിടെ പ്രൗഢിയോടെ നിലനിന്നിരുന്നത് പള്ളികളാണ്. തട്ടുള്ള വീടുകളില്ലാത്ത കാലത്ത് തട്ടുള്ള ഒരു കെട്ടിടം അത് പള്ളികളായി. ഏത് പള്ളികൾ പരിശോധിച്ചു നോക്കിയാലും ആ മഹലിലെ, ആ ഗ്രാമത്തിലെ ഏറ്റവും തലയെടുപ്പുള്ളത് ആ പ്രദേശത്തെ പള്ളികളായിരുന്നു. കഴിഞ്ഞ കാലത്ത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുബി വല്ലാസാൽ. മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ പള്ളി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 300 വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. നമ്മുടെ സാത്വികരായ മഹത്തുക്കൾ നമ്മുടെ കേരളത്തിൽ സ്വഹാബത്ത് വന്നപ്പോൾ അവർ പള്ളിയാണ് നിർമ്മിച്ചത്. തിരൂരങ്ങാടി വലിയ ജുമുഅത്ത് പള്ളിയാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ പള്ളി. ഞാൻ അവിടെ വിനീതനായി ഞാൻ അവിടെ ഖുതുബ ഓതുന്ന ഒരാൾ കൂടിയാണ്. ഹിജറ 83-ലാണ്. ഹിജറ 83-ലാണ് തിരൂരങ്ങാടി വലിയ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. ഹിജറ 725-ലാണ് പൊന്നാനിയിലെ വലിയ ജുമുഅത്ത് പള്ളി നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യമായി നമ്മുടെ നാടുകളിൽ നമ്മുടെ പൂർവികരായ ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന്, ഐശ്വര്യത്തിന്, വിജ്ഞാനത്തിന്, സൗഹൃദത്തിന്, സാഹോദര്യത്തിന് അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ മാർഗം പള്ളി നിർമ്മിക്കുക എന്നതായിരുന്നു. അള്ളാഹു നമ്മുടെ ഈ സദുദ്യമം അവൻ പൊരുത്തപ്പെട്ട പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിന് നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വേദിയിൽ വന്നിരുന്ന് 2 വാക്ക് ആശംസ മണിമാഷ അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഒന്നുമല്ല, ഒരു കാലത്ത് ഈ പള്ളിയുടെ മുന്നിൽ കൂടി പോയിരുന്ന ഇടവഴിയിൽ കൂടി നീലഞ്ചേരിയിൽ നിന്ന് ഞാൻ സ്കൂളിൽ പോയ ഒരു കാലഘട്ടം ഓർക്കുക. അന്ന് ഈ പള്ളിയുടെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ തന്നെയും കാട് പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ മയ്യത്ത് മറവെയ്തിരുന്ന സ്ഥലങ്ങളും തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഈ പള്ളിക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ട്. നോക്കൂ, എത്ര വണ്ടികളാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇനിയും വേണമെങ്കിൽ ഒരു 100 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഉണ്ടെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നു. നല്ലാട്ടൊടി കാരണന്മാർ തുടങ്ങി വെച്ച സദുദ്യമമായിരുന്നു ഈ പള്ളി. ഈ പള്ളി നിർമ്മാണവും ഈ പള്ളി പരിപാലനവും ഒക്കെ ഒരു കാലത്ത് അവർ നടത്തിയിരുന്നു. വയസ്സ് എനിക്ക് 10-75 അതുകൊണ്ട് തന്നെ പൂർവ്വകാല സ്മരണയിലേക്ക് ഞാൻ പോവുകയാണ്. അന്നൊക്കെ ഈ പള്ളിയെ ഞങ്ങൾ നോക്കിക്കണ്ടിരുന്നത് ആരാധനപൂർവ്വമായിരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ല എങ്കിലും ശരി, ഈ പള്ളിയെ കണ്ടിരുന്നത്, ഈ തുമരത്തി പള്ളി കണ്ടിരുന്നത് ഒരു ആരാധന രീതിയിലായിരുന്നു, ആരാധനാ സ്വഭാവത്തിലായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഉച്ച സമയത്ത് ഞങ്ങൾ ചോറുണ്ണാൻ പോകുന്നതിന് മുമ്പായിട്ട് മസൂദുല്ലാഖാന്റെ ബാങ്ക് മറക്കാൻ കഴിയില്ല. ഇവിടുന്ന് കൊടുക്കുന്ന ബാങ്ക് അന്ന് താഴെയുള്ള പാടത്ത് വരെത്തിയിരുന്നു മസൂദുല്ലാഖാന്റെ ബാങ്ക്. അതാ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, മസൂദുല്ലാഖ ബാങ്ക് വിളിച്ചിരിക്കുന്നു. മസൂദുല്ലാഖാന്റെ ബാങ്ക് തന്നെ വളരെ ഉച്ചത്തിൽ വിളിച്ചു. അതായിരുന്നു അന്ന് സമയം നോക്കിയത്. എന്തായിരുന്നാലും നെല്ലാട്ടൊടി കാരണന്മാർ തുടങ്ങി വെച്ച ഈ സദുദ്യമം അതിൻ്റെ ഇപ്പോഴത്തെ തലമുറയും അത് മാത്രമല്ല പ്രിയപ്പെട്ട നാട്ടുകാരും ഏറ്റെടുത്ത് ഇത് ഭംഗിയാക്കി തീർക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ 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 സന്തോഷമുണ്ട്. ഈ പള്ളി ഇസ്ലാമിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതോടൊപ്പം തന്നെ സാഹോദര്യത്തിന്, മതസൗഹാർദ്ദത്തിന് കൂടി ഈ പള്ളി ഒരു ദീപമായി തെളിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ധകാരത്തിലേക്ക്
വെളിച്ചം വീശുന്ന ഒരു ദൈവമായി നമ്മുടെ തുമരത്തി പള്ളി, നമ്മളെല്ലാവരുടെയും തുമരത്തി പള്ളി മാറട്ടെ, അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുറ്റിയടിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിയാത്തങ്ങൾ അവരുകളെ, ഇതിനു മുമ്പ് അധ്യക്ഷ പ്രസംഗം നടത്തിയ കുട്ടി മുസ്ലിയാർ അവരുകളെ, പ്രിയപ്പെട്ട മുംബൈദി ഉസ്താദ്, ബഹുമാനായ ഖാദി തുടങ്ങി നിരവധി ആളുകൾ ഈ വേദിയിൽ, ഉസ്താദുമാരും അതുപോലെ നമ്മുടെ നാട്ടിലെ കാരണവന്മാരായിട്ടുള്ള അബ്ദുൽ ഖാദർ അജിയും ബാറമൽ മുഹമ്മദ് അജിയും ഒക്കെ അടക്കമുള്ള, അതുപോലെ പൊതുരംഗത്തും നമ്മുടെ ഒന്നിച്ച് ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന രീതിയിൽ നമ്മോടൊപ്പം സഹകരിക്കുന്ന പ്രിയപ്പെട്ട മണിനീലഞ്ചേരി, രാധാകൃഷ്ണൻ മാഷ്, അച്യുതൻ, അങ്ങനെ തുടങ്ങി നാനാഭാഗത്തും, അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ അമ്മാഞ്ചേരിക്കാവിലെ പ്രധാന കാര്യദർശിയോടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വേണ്ടി പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പള്ളി ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 300 വർഷത്തെ പഴക്കം ആലോചിച്ച് നോക്കണം. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനൊരു പള്ളി ഒരു പക്ഷേ ഒരു കൊച്ചു സ്രാമ്പിയായിട്ടാവാം ഉടലെടുത്തത്. അന്ന് നെല്ലാട്ടുതുടിക കുടുംബത്തിലെ കുറേ ഉപ്പമാർ, ഞങ്ങളുടെയൊക്കെ കാരണവന്മാർ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അതിൽ പങ്കാളികളാണ്. അവരുടെ ഒക്കഫായി വന്ന് ഇന്നൊരു പക്ഷേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഖബർസ്ഥാനുള്ള ഒരു പള്ളി നമ്മുടെ ഈ പള്ളിയായിരിക്കും. വലിയ ഒരു നാട്ടുപാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ് കച്ചേരിപ്പടിയിലെ തുമ്മരത്തി ജുമാ മസ്ജിദ്. ഒരുപാട് പള്ളികൾ അതിന് ശേഷം ഇവിടെ വന്നു. നമ്മുടെ ചേറ്റിപ്പുറമാട് വന്നു, പാലച്ചിറമാട് വന്നു, അതുപോലെ തന്നെ നമ്മളെ പറമ്പിൽപ്പടിക്കലൊക്കെ വന്നു. പക്ഷെ അതിൻ്റെ ഒക്കെ അതിൻ്റെ ഒക്കെ കാരണവർ പള്ളി എന്ന് പറയുന്നത് നമ്മുടെ തുമ്മരത്തി ജുമാ മസ്ജിദാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഉപ്പാപ്പമാര്, സഹോദരന്മാര്, സഹോദരിമാര്, നിരവധി ആളുകൾ ഇവിടെയാണ് ഖബർസ്ഥാന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. തൊട്ടടുത്ത് കോരങ്ങുളകര പള്ളിയുണ്ട്. എങ്കിൽ പോലും ഇത്രയധികം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ല് ഒരു പക്ഷേ നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ ചുരുക്കമായി. ഇന്ന് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഒക്കെ കാരണവന്മാർ മരിച്ചുപോയി. ബഹുമാന്യനായ NT പാപ്പുട്ടിയാക്കൻ്റെ എളാപ്പ, അതുപോലെ തന്നെ പോത്തിഹാജി ഞങ്ങൾക്കൊരു എളാപ്പയാണ്. അതുപോലെ എൻ്റെ വല്യപ്പ മുഹമ്മദ് സാജി നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ ഒരുപാട് ആളുകൾ, എളാപ്പമാരും ഞങ്ങളുടെ കാരണവന്മാരൊക്കെ മരിച്ചു. എല്ലാവരും മരണപ്പെട്ടു പോയി. ഇതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ വല്യപ്പ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു പള്ളിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള അധികാരങ്ങളിലേക്ക് വേണ്ടി നിങ്ങൾ പോകരുത്. പക്ഷേ ഒരു പള്ളിയോ ഒരു മഹല്ലോ യതീമാവുകയാണെങ്കിൽ, ആരുമില്ലാതെ സംരക്ഷിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ചെല്ലണം, അത് ഏറ്റെടുക്കണം. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച് നമ്മളെ പ്രിയപ്പെട്ട NT ഷെരീഫ് സാഹിബിനെ ഇതിൻ്റെ മുത്തവല്ലിയായി തീരുമാനിച്ച് വളരെ കൂട്ടായ്മയോടുകൂടി ഇത് നാട്ടുകാർക്ക് സമർപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി, നാട്ടുകാരുടെ പള്ളിയാണ്. വഖഫ് ചെയ്യുന്നവരെപ്പോഴും പരലോക ഗുണത്തിനു വേണ്ടി അത് ചെയ്തു വെച്ചു പോകും. പക്ഷേ പരിപാലനം എന്ന് പറയുന്നത് നാട്ടുകാരുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്, വലിയ അനുഗ്രഹത്തോടു കൂടി നമുക്ക് കിട്ടുന്ന ഒരു അവസരവുമാണ്. അതുകൊണ്ട് നമ്മളെ തിരുരങ്ങാടി ഖാദി അവർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പങ്കാളിത്തം, ചെറുതും വലുതുമായ പങ്കാളിത്തം ഉണ്ടെങ്കിൽ നമുക്കിത് നമ്മൾ വിചാരിച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ ഷെരീഫിൻ്റെ, ഞങ്ങളെ പ്രിയപ്പെട്ട മോൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ പള്ളി നാളെ ഈ മഹല്ലിലെ ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒരു മസ്ജിദായി മാറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള കുറ്റിയെടുക്കലൊക്കെ കഴിഞ്ഞ് അത് വളരെ സന്തോഷപൂർവ്വം വളരെ ജനബാഹുല്യത്തോടുകൂടി കഴിഞ്ഞു എന്ന് പറയാം. ഇനി നമ്മൾക്ക് ആ പള്ളി പൊന്തി ഞങ്ങൾക്ക് ഈ നാട്ടിലെ കാരണവന്മാർക്കും എല്ലാവർക്കും അതിൽ നിസ്കരിച്ച് കാണാൻ പഠിച്ചാൻ അതിന് തൗഫീഖ് ചെയ്യട്ടെ എല്ലാവർക്കും. പിന്നെ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് അൽഹംദുലില്ലാഹ് റബ്ബിനോടാണെങ്കിൽ, അതിൻ്റെ രണ്ടാമതായിട്ട് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്ഥലങ്ങൾ വഖഫ് വെച്ച അത് ആരാണ് ആ വഖഫ് ചെയ്തത് അവർക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത്. കാരണം ഒരറ്റത്തുനിന്ന് നോക്കിയാൽ മറ്റേ അറ്റം കാണാത്ത ഇത്ര വിശാലമായ ഒരു ഖബർസ്ഥാനും ഇവിടെ അടുത്തൊന്നും ഇവിടെ കാണാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പള്ളി പുനർനിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്ത് കുറച്ച് ഖബറുകളൊക്കെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു.
അത് വളരെ അത് ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ ഒന്നായിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്നായിട്ടൊന്ന് അങ്ങോട്ട് കൊണ്ട് മറ ചെയ്താൽ. അങ്ങനെയല്ല, ഇതിൻ്റെ അധികാരികൾ പറഞ്ഞത് നമുക്ക് കുറച്ച് കബറുകൾ, എത്ര കബറുകൾ വേണമെങ്കിലും കുത്തിയിട്ട് അതിൽ പിന്നെ ഡിവൈഡായിട്ട് വെച്ചിട്ട് ആ ഇവിടുന്ന് എടുക്കുന്ന എന്തുണ്ടോ അത് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് മറവ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അതനുസരിച്ചാണ് ഞങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കാണപ്പെടാൻ ഒരു സാധ്യതയില്ല. ഇതിപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എത്രയോ കബറുകൾ ഞങ്ങൾ അവിടെ ആദ്യം നിർമ്മിച്ചതിൻ്റെ അടിയിൽ കണ്ടു, നമ്മളെ പൂർവികന്മാരെ നിർമ്മിച്ചു പോയതിൽ. അൽഹംദുലില്ലാഹ് അതെല്ലാം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകാൻ ഞങ്ങൾക്ക് ഒരു ലീഡറെ കിട്ടിയിട്ടുണ്ട്. ആ ലീഡറെ പേര് പറഞ്ഞാൽ അത് ഗുണമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്രക്കും ഈ പള്ളിൻ്റെ സ്ഥലം വെച്ച ആളുകളോട് അൽഹംദുലില്ലാഹ് നന്ദി പറയുന്നു. ബാക്കി ഇനി ഞങ്ങൾക്ക് അരയം മുറുക്കിയിട്ട്, അതായത് നമ്മളൊരു വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മം കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥ മോമിനിങ്ങൾക്ക് എന്ത് ചെയ്യും, അവരെ നെഞ്ഞത്ത് ഇടി തുടങ്ങും. കാരണം ആ ഒരു ഇടി ഇങ്ങനെ തുടങ്ങുന്നത് എന്ത് വെച്ചാൽ നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള പണികൾ ഇത് തുടങ്ങണമല്ലോ, ഇത് കഴിയണമല്ലോ റബ്ബേ എന്നുള്ള ഒരൊറ്റ ചിന്ത അത് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ മാലിന്യ നിവാസികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഒരാൾക്ക് എന്നല്ല. അല്ലാഹു തആല ഞങ്ങളുടെ ഈ സംരംഭം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഞങ്ങളിപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു കയറാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ.